ചരിത്രം നിരവധി യുദ്ധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില പോരാട്ടങ്ങൾ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, ആത്മാഭിമാനത്തിനും സ്വത്വത്തിനും വേണ്ടിയാണ് നടക്കുന്നത്. 1832 ഫെബ്രുവരിയിൽ നടന്ന സിലഗായ് യുദ്ധം അത്തരത്തിലുള്ള ഒന്നാണ്. 1792 ഫെബ്രുവരി 17 സിലഗായ് ഗ്രാമത്തിൽ ജനിച്ച വീരബുദ്ധു ഭഗത് ഒരു പോരാളി മാത്രമല്ല, തൻ്റെ സമൂഹത്തിൻ്റെ മനസാക്ഷി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ദൈവിക ശക്തിയുണ്ടെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരിടത്ത് നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ ഛോട്ടാ നാഗ്പൂർ മേഖലയിലെ വനങ്ങളെക്കുറിച്ചും കുന്നുകളെക്കുറിച്ചും രഹസ്യപാതകളെക്കുറിച്ചും അദ്ദേഹത്തിന് അസാധാരണമായ അറിവുണ്ടായിരുന്നു. ഇത് മറികടക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തിന് കഴിഞ്ഞില്ല. ഭയം കാരണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അന്ന് 1000 രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചു. എന്നാൽ സിലഗായ് യുദ്ധത്തിന് മുൻപ് ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ഒരു സംഭവം നടന്നു. 1832 ബുദ്ധു ഭഗത്തിനെ പിടികൂടുന്നതിൽ ബ്രിട്ടീഷ് സർക്കാർ ആവർത്തിച്ച് പരാജയപ്പെട്ടു. ബുദ്ധു ഭഗത് ഗറില്ല യുദ്ധമുറകളിൽ പരിശീലിപ്പിച്ച വനവാസികളെ അവർ ഭയപ്പെട്ടു. അതിനാൽ ബുദ്ധു ഭഗത്തിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ ക്യാപ്റ്റൻ ഇംപെയ്ക്ക് ഉത്തരവ് ലഭിച്ചു. ബനാറസ്, ദാനാപൂർ, മിഡ്നാപൂർ എന്നിവിടങ്ങളിൽ നിന്ന് കുതിരപ്പടയെ വരുത്തി. 1832 ഫെബ്രുവരി 2 ബുദ്ധു ഭഗത് ടിക്കോ ഗ്രാമത്തിൽ ഒരു യോഗം ചേരുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. ബ്രിട്ടീഷ് സൈന്യം ഗ്രാമം നാലുപാടും വളഞ്ഞെങ്കിലും ബുദ്ധു ഭഗത് അവിടെ ഉണ്ടായിരുന്നില്ല. പരാജയങ്ങളിൽ പ്രകോപിതരായ ബ്രിട്ടീഷുകാർ ഗ്രാമവാസികൾക്ക് നേരെ തിരിഞ്ഞു. ചോദ്യം ചെയ്യലുകൾക്കും ഭീഷണികൾക്കും ഒടുവിൽ അവർ ടിക്കോ ഗ്രാമത്തിൽ ഒരു കൂട്ടക്കൊല നടത്തി. ഗ്രാമവാസികൾ ധീരമായി പോരാടിയെങ്കിലും ആ പോരാട്ടത്തിൽ വീരബുദ്ധു ഭഗത്തിന്റെ 2 പുത്രന്മാരായ ഹൽധറും ഗിരിധറും 2 പുത്രിമാരായ രുണിയനും ജുണിയനും രക്തസാക്ഷികളായി. ടിക്കോ ഗ്രാമം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഏകദേശം 4000 പേരെ തടവിലാക്കി കാട്ടുപാതകളിലൂടെ കൊണ്ടുപോയി. തുടർന്ന് അസാധാരണമായ ഒരു സംഭവം നടന്നു. ഫെബ്രുവരി മാസത്തിൽ മഴ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയമായിരുന്നു അത്. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. കൊടുങ്കാറ്റ് വീശുകയും ശക്തമായ മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിന് അഭയം തേടേണ്ടി വന്നു. ഈ തക്കം നോക്കി തടവിലാക്കപ്പെട്ടവർ രക്ഷപ്പെട്ട് വീടുകളിലേക്ക് മടങ്ങി. ഇത് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു പരാജയവും ബുദ്ധു ഭഗത്തിന് ലഭിച്ച ഒരു അവസാന സൂചനയുമായിരുന്നു. ടിക്കോ കൂട്ടക്കൊലയ്ക്ക് ശേഷം അടുത്ത ആക്രമണം സിലഗായിലായിരിക്കുമെന്ന് ബുദ്ധു ഭഗത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളെ സജ്ജരാക്കി. 1832 ഫെബ്രുവരി 13 ക്യാപ്റ്റൻ ഇംപെ 5 സൈനിക വിഭാഗങ്ങളുമായി സിലഗായിൽ എത്തുകയും ഗ്രാമം വളയുകയും ചെയ്തു. ഇത്തവണ ബുദ്ധു ഭഗത് ഓടിപ്പോയില്ല. യുദ്ധം ഇവിടെ തന്നെ നടക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബുദ്ധു ഭഗത്തും പോരാളികളും വില്ലും അമ്പും കുന്തങ്ങളും മഴുവും വാളുകളുമായിട്ടാണ് നേരിട്ടത്. അദ്ദേഹത്തിന്റെ അനുയായികൾ തങ്ങളുടെ നേതാവിന് മുന്നിൽ ഒരു മനുഷ്യ കവചം തീർക്കുകയും ഓരോരുത്തരായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ 1832 ഫെബ്രുവരി 13 വീരബുദ്ധു ഭഗത് സ്വന്തം മണ്ണിൽ ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ക്രൂരത അവിടെയും അവസാനിച്ചില്ല. ബുദ്ധു ഭഗത്തിന്റെയും കുടുംബത്തിന്റെയും വെട്ടിമാറ്റി